നമ്മൾ എല്ലാവരും ഒരേപോലെ കാത്തിരുന്ന ഭയഭക്തി ബഹുമാനത്തിൻ്റെ ടീസർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. ദിലീപേട്ടൻ്റെ വലിയൊരു തിരിച്ചുവരവാണ് ഈ സിനിമയിൽ കാണാൻ പോകുന്നതെന്ന് ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ടീസറിലൂടെ തന്നെ നമുക്ക് പഴയൊരു ദിലീപേട്ടനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അത്ര മനോഹരമായിരുന്നു ഈ ടീസർ. വളരെ എനർജറ്റിക്കായ പഴയൊരു ദിലീപേട്ടനെയാണ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റുക എന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്തതായി പുറത്തുവരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കളങ്കാവൽ. നായകൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറക്കുന്ന ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിതിൻ ജോസ് ആണ്. ഈ ചിത്രത്തിൻ്റെ റിലീസ് പ്രൊമോഷൻ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 1-നാണ് ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും. ക്രൈം ത്രില്ലർ വിഭാഗത്തിലാണ് ഈ സിനിമ ഒരുങ്ങുന്നതും. BT അനിൽകുമാറിൻ്റെ തിരക്കഥയിൽ മഹേഷ് ഗുരുക്കൾ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമാണ് കാളിയാൻ. ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും ഇതുവരെയും ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങോ പ്രീ പ്രൊഡക്ഷനോ ഒന്നും തന്നെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് ഒരു മോഷൻ പോസ്റ്റർ വരികയുണ്ടായി. എന്നാൽ കൂടുതൽ അപ്ഡേഷനോ സിനിമയെ എന്ന് തുടങ്ങുമെന്നുള്ള കാര്യത്തെക്കുറിച്ചോ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനത്തോടു കൂടി ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഉറുമി എന്ന ചരിത്ര പ്രാധാന്യമുള്ള സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് സുകുമാർ ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ളൊരു സിനിമയാണ് കാളിയാൻ. കുഞ്ചിക്കോട്ട് കാളിയാനായിട്ടാണ് പൃഥ്വിരാജ് ഈ സിനിമയിൽ വരുന്നത്. ഈ ചിത്രത്തിലെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് സുജിത് വാസുദേവാണ്. ചിത്രത്തിലെ സോങ്ങുകളെല്ലാം ചെയ്യാൻ പോകുന്നത് KGF, സെല്ലാർ തുടങ്ങിയ ചിത്രങ്ങളിലെ സംഗീത സംവിധായകൻ രവി ബസൂറായിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതൊരു ലാർജ് സ്കെയിൽ മൂവി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് ഷൂട്ടിംഗ് നിർത്താനോ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുമിപ്പിച്ചുകൊണ്ട് ചിത്രം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പൃഥ്വിരാജ് സുകുമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നു. അടുത്തതായി തമിഴിൽ റിലീസാവുന്ന ഏറ്റവും പുതിയ പടമാണ് മാരീസൻ. വടിവേലു ഫഹദ് ഫാസിൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് മാരീസൻ. സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക് ചെയ്യുന്നത്. ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ഈ മാസം അവസാനത്തോടുകൂടി ഉണ്ടാവുമെന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അടുത്തതായി തമിഴിൽ റിലീസാവുന്ന ഏറ്റവും പുതിയ പടമാണ് മാരീസൻ. വടിവേലു ഫഹദ് ഫാസിൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് മാരീസൻ. സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക് ചെയ്യുന്നത്. ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ഈ മാസം അവസാനത്തോടുകൂടി ഉണ്ടാവുമെന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയതായി റിലീസായ ചിത്രമാണ് ധീരൻ. ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ദേവദത്ത് ഷാജി ആണ്. അതെ, നമ്മൾ എല്ലാവരും ഒരുപോലെ ഒരു സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ച ജഗദീഷ്, മനോജ് K ജയൻ, അശോകൻ, സുധീഷ് എന്നിവരും കൂടി അണിനിരക്കുന്നുണ്ട്. കൂടാതെ രാജേഷ് മാധവിനെ പ്രധാന കഥാപാത്രമാക്കിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. രാജേഷ് മാധവ് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. പലയിടത്തും കോമഡി അത്രയങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ ഈ ചിത്രം കണ്ടപ്പോൾ ഒരു പൂർണ്ണതയിൽ എത്താത്തൊരു സ്വഭാവമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ.